സ്വിറ്റ്സർലാൻഡിലേക്കൊന്ന് പോയാലോ? ഒറിജിനൽ അല്ല, തൃശ്ശൂരിൻ്റെ സ്വന്തം സ്വിറ്റ്സർലാൻഡിലേക്ക്. 2 വണ്ടികളിലായിട്ട് ഒരു കുഞ്ഞു ഫാമിലി ട്രിപ്പാണ്. മണ്ണുത്തി ബൈപ്പാസിൽ നിന്ന് ഏകദേശം 12-15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന പ്രകൃതി മനോഹരമായ പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് പീച്ചിപ്പാടം. അവിടേക്കാണ് നമ്മുടെ യാത്ര. കുതിരാൻതുരങ്കം കയറി ഇറങ്ങി അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കുതിര റൂട്ടായി. അവിടെ നല്ലൊരു ക്ഷേത്രമുണ്ട്. അപ്പോഴേക്കും അടുത്ത വണ്ടിക്കാർ എത്തിയിരുന്നു. ശ്രീ ധർമ്മശാസ്ത കുതിരാൻമല, അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ പേര്. ക്ഷേത്രത്തിൻ്റെ ആംബിയൻസിനെ പറ്റി ഒന്നും പറയാനില്ല, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചെറിയ വെയിലും എന്നാൽ മഴക്കാരും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കാലാവസ്ഥയായിരുന്നു. ആളുകളുടെ തിരക്കും വാഹനങ്ങളുടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാനായിട്ട് പറ്റി. നമ്മുടെ ആക്ച്വൽ ഡെസ്റ്റിനേഷൻ അതല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. ഇവിടെ നിന്ന് അധികം ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ടായിരുന്നില്ല ഗൂഗിൾ മാപ്പിൽ. വീഡിയോയിൽ കാണുന്ന പോലെ എസ്റ്റേറ്റുകളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി റൂട്ടായിരുന്നു. ഗൂഗിൾ മാപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ 1-2 പേരോടൊക്കെ വഴി ചോദിച്ചിട്ടാണ് നമ്മളിതാ നമ്മുടെ സ്പോട്ടിലെത്തിയത്. അവിടെ എത്തിയപ്പോഴും ചെറിയ മഴക്കാരോടൊക്കെ കൂടിയ നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് ഈ കാറ് നിൽക്കുന്നിടം വരെ ഇവിടെ വെള്ളം വരാറുണ്ട് എന്നുള്ളത്. പീച്ചിപ്പാടമായ കാരണം മേ ബി പീച്ചി ഡാം തുറക്കുമ്പോഴോ അല്ലെങ്കിൽ അധികമായിട്ട് മഴ ലഭിക്കുമ്പോഴോ ആവാം വെള്ളം ഇത്രയും കയറി വരാറുള്ളത്. കറക്റ്റ് ഇൻഫർമേഷൻ ആണോ എന്നുള്ളത് അറിയില്ല. ഓവർ എക്സ്പെക്റ്റേഷനോട് കൂടി വരാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. നല്ല പ്രകൃതി ഭംഗിയാണ്. അവിടെ വഞ്ചിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ അതിൽ കയറി കളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം വെള്ളത്തിനധികം ആഴമില്ലാത്ത ഭാഗമാണ്. പക്ഷേ എങ്കിൽ കൂടി ചേറാണ് അടിയിൽ നിറച്ച്. അത് കാരണം അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ഇപ്പോൾ അധികം ഒഴുക്കോ അല്ലെങ്കിൽ ആഴോ കുറവാണെങ്കിൽ കൂടി ഇവിടെയൊക്കെ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്പോട്ടിലൊക്കെ ഫുള്ള് വെള്ളം കവർ ചെയ്യുന്നതാണ് പറഞ്ഞത്. നല്ല വെള്ളമൊക്കെയുള്ള സമയത്ത് ഒരുപാട് പേര് വെള്ളത്തിൽ പോയി മരണപ്പെട്ടിട്ടുള്ള ഒരു ഇടമാണെന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ പൊതുവെ തിരക്ക് കുറവാണ്. കുറച്ചുകൂടിയൊക്കെ മഴയൊക്കെ പെയ്ത് കാലവർഷമൊക്കെ കുറച്ചുകൂടി പീക്കായി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്ന് തോന്നി. ഈ വീഡിയോയിലൊക്കെ കാണുന്നതിനെക്കാട്ടും വളരെയധികം പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു കഫേയിൽ പോയി. അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് ആയിട്ടുള്ള പുഡിങ്സും അതുപോലെ തന്നെ ലോഡഡ് ഫ്രൈസുമാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ ഡിസ്റ്റൻസിലേക്കുള്ള യാത്രയൊന്നും ആയിരുന്നില്ലെങ്കിലും എല്ലാവരും അത്യാവശ്യം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കഫേയിൽ കയറി ഇതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് ഹാപ്പിയായി, എനർജിയൊക്കെ തിരിച്ചു വന്നു. ട്രൈ ചെയ്ത ഐറ്റംസൊക്കെ എല്ലാവർക്കും എല്ലാതും ഇഷ്ടപ്പെട്ടു. ഒന്ന് സ്പൈസി നേച്ചറുള്ളതും ഒന്ന് നല്ല സ്വീറ്റ് പുഡിങ്ങും ആയിരുന്നു. കഫേയിൽ ആംബിയൻസും അടിപൊളിയായിരുന്നു കേട്ടോ. ഔട്ട് സൈഡ് ഇരിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇത്രയും പേരുണ്ടായിരുന്ന കാരണം കംഫർട്ടബിളായിട്ട് അകത്തിരുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് തേക്കിൻകാട് പോയി കുറച്ച് നേരം കാമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ നേരെ മന്തി റെസ്റ്റോറൻറ്റിൽ പോയി. കുറുക്കഞ്ചേരിയിലുള്ള അൽറീം റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ നിന്ന് മന്തിയും കഴിച്ച് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം.